നമസ്കാരം, പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത അമ്മയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് ശ്വേത മേനോൻ എന്നുള്ളതാണ്. ടെസ്റ്റുകൾ നിറഞ്ഞ സിനിമ പോലെ താരസംഘടനയായ അമ്മയുടെ വനിതാ ഭരണത്തിന് അപ്രതീക്ഷിതമായ ക്ലൈമാക്സ്. ശ്വേത മേനോൻ പ്രസിഡന്റ് അടക്കം കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായ 17 അംഗ ഭരണസമിതിയാണ് ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നത്. 13 വർഷത്തെ പുരുഷാധിപത്യം തകർത്തെത്തിയ ഭരണസമിതിയാണ് 10 മാസം പിന്നിട്ടപ്പോഴേക്കും പിരിഞ്ഞത് എന്നുള്ളതാണ് പ്രധാന വാർത്തയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസ് ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അതുപോലെ തന്നെ സ്ത്രീകൾ സിനിമാ മേഖലയിൽ സുരക്ഷിതരല്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സ്ത്രീകൾ മാത്രം സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന ഒരു സമിതി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. തന്നെയല്ല, പാവയാകാൻ പറ്റിയാലേ ഭരണവാഹിയായി ഇരിക്കാൻ പറ്റത്തുള്ളതെന്നും പുള്ളിക്കാരി തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണ്, ഈ ഒരു സംഘടനയിൽ സ്ത്രീകൾ വന്നിട്ട് പോലും സ്ത്രീകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് ഇപ്പൊ വേണ്ട സ്ഥാനത്ത് നിന്ന് പിൻവലിയുകയും ചെയ്തു. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അത് മാത്രമല്ല, ഭരണത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നതല്ല, പാവയായിരിക്കാത്തതാണ് അവരുടെ പ്രശ്നമെന്ന് ശ്വേതാ മേനോൻ ഊന്നി പറയുന്നുണ്ട്. കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നും മുൻപുള്ള ഇന്റർവ്യൂവിലൊക്കെ അവര് പറയുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, തമിഴ്നാട് കളിയിൽ കടുപ്പിടിച്ച് കേരളം, മുല്ലപ്പെരിയാർ സമിതി പ്രവർത്തനം നിർത്തണമെന്ന മറ്റൊരു വാർത്തയാണ്. തമിഴ്നാട്ടിന്റെ സമ്മർദ്ദത്തിൽ മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധിയെ മാറ്റിയ കേന്ദ്ര നടപടി തിരുത്തണമെന്ന് സംസ്ഥാനം. സമിതിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ഏകപക്ഷീയ നടപടി അംഗീകരിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പ്രതികരിച്ചു. അതുമാത്രമല്ല, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് ജനുവരി 6 രൂപീകരിച്ച സമിതിയിൽ നിന്നാണ് കേരളത്തിന്റെ പ്രതിനിധിയെ കമ്മീഷനിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. വിജയുടെ തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്ന് പുതിയ ഡാം അവിടെ വരണമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായാണ് അടുത്ത മുല്ലപ്പെരിയാർ പൊട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഭാവിയിൽ എങ്ങാനും പൊട്ടിയാൽ ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കാം പുതിയ ഡാം നിർമ്മിക്കാനായിട്ട് പറയുന്നത്. ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് ട്രംപ്. ലെബനനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ്. ലെബനനിൽ വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിന് വെല്ലുവിളിയാകുമെന്നാണ് പോരാട്ടം പുനരാരംഭിക്കാൻ മടിയില്ലെന്ന് വ്യക്തമാക്കി. ഇതായിരുന്നു ട്രംപിന്റെ പുതിയ ഭീഷണി. കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് ട്രംപ് മോദിക്ക് വാക്ക് നൽകിയായിരുന്നു, ആക്രമിക്കില്ലെന്നുള്ളത്. ഇതിപ്പം ഇവരെ തിരിച്ച് വീണ്ടും ആക്രമിക്കുക എന്നുള്ളത് പറഞ്ഞത് സത്യമായി. ഇനി ബോംബ് ഇടുമോ എന്നുള്ളത് തന്നെ നമുക്ക് കണ്ടറിയാവുന്നതേ ഉള്ളൂ. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നീറ്റ് UG പുനഃപരീക്ഷ കടുപ്പം എന്നുള്ളതാണ്. ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ ഞായറാഴ്ച പൂർത്തിയായി. അവിടെ ഒരുപാട് നിയമങ്ങളും അതുപോലെ തന്നെ പുതിയ നയങ്ങളോടും കൂടിയാണ് നീറ്റ് പരീക്ഷ നടന്നിരുന്നത്. അതായത് 184 മിനിറ്റ് എന്നുള്ള സമയത്തിൽ നിന്ന് 190 മിനിറ്റിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ കടുപ്പമേറിയ കുറെ നയങ്ങളോട് കൂടിയാണ് പരീക്ഷ നടന്നിരുന്നത്. മാത്രമല്ല, നീറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയുള്ളത്, നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർന്നുവെന്ന വാർത്ത വ്യാജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നീറ്റ് UG പുനർപരീക്ഷ എഴുതിയതിനു ശേഷം പുറത്തേക്ക് വരുന്ന ഇരട്ടക്കുട്ടികൾ, 35 ജോഡി ഇരട്ടകളാണ് ഇവിടെ പരീക്ഷ എഴുതാൻ എത്തിയിരുന്നത്. അതും പരീക്ഷയ്ക്ക് ഹാജരായത് 24 ജോഡി ഇരട്ടക്കുട്ടികളും. അതിൽ പെൺകുട്ടികളാണ് കൂടുതലും ഫ്രണ്ടിൽ നിൽക്കുന്നത്. മറ്റൊരു വാർത്ത നോക്കുമ്പോൾ, റെയിൽവേ പരിഷ്കരണം ആഗസ്റ്റിൽ മിനിറ്റിൽ 1.5 ലക്ഷം ടിക്കറ്റ് ബുക്കിംഗ് എന്നുള്ളതാണ്. ടിക്കറ്റ് റിസർവേഷൻ ശേഷി ഓഗസ്റ്റോടെ 5 ഇരട്ടി വർദ്ധിപ്പിക്കാൻ റെയിൽവേ. ഇതിനുള്ള സാങ്കേതിക സൗകര്യത്തിനായി 1000 കോടി രൂപ വകയിരുത്തി. മിനിറ്റിൽ 32,000 റിസർവേഷൻ എന്നത് 1.5 ലക്ഷമാക്കും എന്നുള്ളതാണ്. ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ, ബുക്കിംഗ് കൂടുന്ന സമയത്ത് സെർവർ തകരാറിലാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നടപടി റെയിൽവേ കൊണ്ടുവന്നിരിക്കുന്നത്. വീണയെ 29 ED ഓഫീസിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കണം. CMRL എക്സോളിക് വിവാദ സാമ്പത്തിക ഇടപാടിൽ രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ കേസിൽ വീണയെ 29 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കണം.
തുടർന്ന് നൽകിയ രണ്ടാമത്തെ സമൻസിലാണ് കഴിഞ്ഞ 17 ഹാജരായ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന് തുടർച്ചയായി വീണയുടെ തിരുവനന്തപുരത്തെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ചിരുന്നു. കേസിൽ ആദ്യ അന്വേഷണം നടത്തിയ തെളിവുകൾ ശേഖരിച്ച സീരീസ് 4 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പിടിച്ചെടുത്ത രേഖകളുടെ പകർപ്പ് 29 മുൻപ് ഇഡിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വീണയെ അന്ന് വിളിപ്പിച്ചിരുന്നത്. ഇതേ കേസിൽ CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളിൽ 2 പേരുടെ മൊഴികൾ വീണയുടെ മൊഴികൾക്ക് വിരുദ്ധമാണ്. ഇതിപ്പോ കൂടുതലൊന്നും ഇവർക്ക് ആ ബാങ്ക് പരിശോധിച്ചിട്ട് ഇവർക്കൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മൂടി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടാണ്. ട്രസ്റ്റ് അംഗങ്ങൾ അയോധ്യ വിടരുതെന്ന് SIT. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനകളിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളോടും ക്ഷേത്ര ജീവനക്കാരോടും അയോധ്യ വിട്ടു പോകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം 200 കോടി മുതൽ 1400 കോടി വരെ വെട്ടിപ്പ് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല 2025 കുംഭമേള നടന്ന സമയത്താണ് വെട്ടിപ്പ് നടന്നതെന്നും അത്ഭുതകരമായ രീതിയിലുള്ള ഇൻകമാണ് അന്ന് വന്നതെന്നും അതിൽ നിന്നാണ് തട്ടിപ്പ് നടന്നതെന്നുമാണ് ആരോപിക്കപ്പെടുന്നത്. അതുപോലെ ക്ഷേത്ര ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങാൻ ആലോചന. സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലെയും സുരക്ഷ, നിരക്കു നിയന്ത്രണം, ദർശനം എന്നിവയ്ക്കായി കേന്ദ്രീകൃത പോർട്ടൽ സംവിധാനം ഒരുക്കാൻ സർക്കാർ ആലോചിക്കുന്നു. കേരളത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായ വർധന കണക്കിലാണ് നീക്കം. നിലവിൽ ശബരിമലയിൽ ഓൺലൈൻ ദർശന സൗകര്യമുണ്ടെങ്കിലും മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലെ ബുക്കിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല. ശബരിമലയും ഗുരുവായൂരും അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി മണിക്കൂറുകളോളം വരി നിൽക്കുന്നത് ഒഴിവാക്കാൻ ടൈം സ്ലോട്ട് അനുവദിച്ചുള്ള ദർശനമായിരിക്കും ഏർപ്പെടുത്തുക. എന്തായാലും അതൊരു നല്ല അഭിപ്രായമാണ്. ഇപ്പം ഗുരുവായൂർ പോയാലും ഒത്തിരി സമയത്ത് ഇപ്പോൾ ഒരു 3 മണിക്കൊക്കെ വെളുപ്പിനെ ക്യൂ നിന്നാൽ തന്നെ ഒന്ന് ദർശനം അനുവദിക്കുക എന്ന് പറയുന്നത് വല്ല 10 മണിക്ക് 11 മണിക്കും ഒക്കെ ആയിരിക്കും. അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. ഈ പ്രായമായ കുറേ ആൾക്കാരുണ്ട് ഭഗവാനെ കാണാനായിട്ട് ക്യൂ നിൽക്കുന്നത്. ചില സമയത്ത് അവർ തലകറങ്ങി വീഴും. അവർ ആഹാരം പോലും കഴിക്കാതായിരിക്കും ദർശനത്തിൽ നിൽക്കുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് നിലവിൽ വന്നാൽ അത്രയും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ജന്തർ മന്ദറിലെ സമരം വിടാതെ പാറ്റുകൾ. കോക്രോച്ചുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നീക്കിയില്ലെങ്കിൽ നരേന്ദ്രമോദി ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയായി മാറുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞിരിക്കുകയാണ്. 2 ദിവസം നീണ്ട സമരം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല CBSE അതേപോലെ തന്നെ CBSE പുനർനിർണയം, അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നിട്ടാണ് ഇവർ സമരത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരിയായി പറയുമെന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളോട് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഡെലിവറി വഴി ലഹരി നടപടി എന്ന് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാനിൽ ആരുടെ ശുപാർശയും കേൾക്കേണ്ടതില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കർശന നിയന്ത്രണം നൽകിയിട്ടുണ്ടെന്നും ഓൺലൈൻ ഡെലിവറി വഴി ലഹരിക്കടത്ത് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് ശേഷം ഇഷ്ടംപോലെ ലഹരിക്കടത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പുറത്തെ ഒരു ന്യൂസ് കിടപ്പുണ്ടായിരുന്നു. ബസ്സിൽ കടത്തിയ MDMA യുവതിയും യുവാവും പിടിയിൽ. ഇതുപോലുള്ള ഒരുപാട് ന്യൂസുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഓപ്പറേഷൻ തൂഫാൻ നടത്തി തുടങ്ങിയതിനു ശേഷം 17 ദിവസത്തിനിടെ സംഘത്തിന് 15 കോടിയോളം വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുക്കാൻ പറ്റിയത്. അത് മാത്രമല്ല ചില ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി അതുപോലെ തന്നെ ആംബുലൻസുകൾ ഉപയോഗിക്കുന്നതാണ്. സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും വന്നാൽ കൊണ്ടുപോകുന്ന ആംബുലൻസിനെ പോലും ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കേറിയാൽ പോലും നമുക്കെതിരെ ഇനി അത് വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മദ്യവും ധാതു ഖനനവും എതിർപ്പുയർത്തി VM സുധീരൻ എന്നുള്ള വാർത്തയാണ്. മദ്യധാതു മണൽ ഖനന വിഷയങ്ങളിലെ ബഡ്ജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് VM സുധീരൻ മന്ത്രിക്ക് കത്ത് നൽകി. അതായത് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ അതിന്റെ നികുതി വെട്ടിക്കുറച്ചതിനുമെതിരെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ UDF പ്രകടന വാഗ്ദാനങ്ങൾക്ക് നിരക്കാത്ത ഒരു നിർദ്ദേശവും
വിഷയവും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് VM സുധീരൻ പറയുന്നത്. അതുപോലെ അവയവ കച്ചവട റാക്കറ്റ് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവ് EDക്ക് ലഭിച്ചു. അവയവ കച്ചവട റാക്കറ്റ് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകൾ EDക്ക് ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു. എറണാകുളം പള്ളിക്കരയിലെ സൺ കമ്മ്യൂണിക്കേഷൻ DTP സെന്റർ, സൈൻ HD ഡിജിറ്റൽ സ്റ്റുഡിയോ എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയതായ രേഖകൾ നിർമ്മിച്ചത്. കേസിലെ മുഖ്യ പ്രതികളായ KM നജീബ്, A റഷീദ് എന്നിവരാണ് റാക്കറ്റിന്റെ 3 ഏജന്റുമായി പ്രവർത്തിച്ചിരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ വലയിലാക്കിയാണ് പ്രതികൾ അവയവ കച്ചവടം നടത്തിയത്. 5 മുതൽ 15 ലക്ഷം വരെ രൂപയാണ് അവയവങ്ങൾക്ക് റാക്കറ്റ് വാഗ്ദാനം ചെയ്തത്. വിദേശികളായ രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് ആശുപത്രിയുടെ ഒത്താശയോടെ 50 മുതൽ 80 ലക്ഷം രൂപയിൽ അധികം ഈടാക്കിയ കേസുകളും ED കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ അടുത്തു നിന്നാണ് ഇത് കൂടുതലും ഇങ്ങനെയൊക്കെ നടത്തുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കൊച്ചി, എറണാകുളം ആസ്ഥാനമായിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളിൽ EDയുടെ ഇത് നടന്നിരുന്നു, റെയ്ഡ് നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഹോസ്പിറ്റൽ അധികൃതർക്കും ഇതുമായി ബന്ധമുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വാർത്ത വീണ്ടും വന്നിരിക്കുന്നത്. അതുപോലെ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റൊരു വാർത്ത, വനിതാ ഹോക്കി നാഷണൽ കപ്പ് കിരീടം ചൂടി ഇന്ത്യ. ന്യൂസിലാൻഡിൽ നടന്ന FIH നാഷണൽ കപ്പ് ടൂർണമെന്റിൽ ഇന്ത്യ വനിതാ ടീം ജേതാക്കളായി. ഫൈനലിൽ ന്യൂസിലാൻഡിനെ മറികടന്നു. 2ാം തവണയാണ് ഇന്ത്യ നാഷണൽ കപ്പ് നേടുന്നത്. ഇന്ത്യയുടെ വനിതാ നാഷണൽ ടീം ചാമ്പ്യന്മാരായി എന്നൊരു സന്തോഷമുള്ള വാർത്തയാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. വുമൺസിന്റെ ക്ലബിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കൂടുതലും അറിയാറില്ല. പക്ഷേ ഇവിടെ അവർ കിരീടം ചൂടിയിരിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ സ്പോർട്സിൽ ഫുട്ബോൾ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയ ആയിരിക്കും ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആരായിരിക്കും ഇന്ന് വിജയിക്കുന്നതെന്ന് നമുക്ക് മത്സരം കണ്ടിട്ട്. അത് മാത്രമല്ല, അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ഗോൾ കൂടി മതി ലിയോണൽ മെസ്സിക്ക് ചരിത്രം സൃഷ്ടിക്കാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡിനൊപ്പമാണ് നിലവിൽ അർജന്റീന ക്യാപ്റ്റൻ. മെസ്സിക്കും ജർമ്മൻ താരം മിറോസ്ലോവ് ക്ലോസയ്ക്കും 16 ഗോൾ വീതമുണ്ട്. തിങ്കളാഴ്ച ഓസ്ട്രിയക്കെതിരെ അർജന്റീന കളിക്കാനിറങ്ങുമ്പോൾ ആ റെക്കോർഡ് ഒറ്റയ്ക്ക് മെസ്സിയുടെ പേരിലാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏകദേശം പ്രധാന വാർത്തകളെല്ലാം കവർ ചെയ്തു. അടുത്ത വാർത്തയുമായി നാളെ കാണാം.